ഹായ് ഒരുവൺ, ഈ സുഹൈബ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായുള്ള കാര്യം പറഞ്ഞു തരാനാണ്. ഈയിടെയായി ഒരുപാട് വേക്കൻസീസ് വരുന്ന ഒരു പോസ്റ്റാണ് CRN, അതായത് ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സിംഗ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, ഇതെല്ലാം ആധികാരികമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് കൂടെ ഒരു അതിഥി ജോയിൻ ചെയ്യുന്നുണ്ട്. PHSലെ ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സായിട്ടുള്ള ജിജോ മോൻ ജോർജ്. ഹായ് എവരിവൺ, എൻ്റെ പേര് ജിജോ മോൻ ജോർജ്. EHSലിവിടെ ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ UAE വരുമ്പോൾ ഇവിടെ സ്റ്റാഫ് നഴ്സായിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 years ആയിട്ട് ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന പോസ്റ്റിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു പൊസിഷൻ ആയിരിക്കാം. അതിനെക്കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഒരു ജോബാണ് ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി ഞങ്ങളുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു 6 modules ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ റോള് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റാഫ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ആയാൽ അവരെ ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ അവരെ കൊണ്ടുപോകും. അവരെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ ട്രെയിനിങ്, ഓറിയൻറ്റേഷന്, ഓൾമോസ്റ്റ് ഒരു 6 month ട്രെയിനിങ്ങിലൂടെ അവർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാഫ് നഴ്സായിട്ട് ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വൺ ഓഫ് അവർ റോൾ. അതിന് ഡിഫറെൻറ്റ് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ അവരെ ജോയിൻ ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിൻ്റെ കോമ്പറ്റൻസീസ്, അവരുടെ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൺസേൺസിനെ, ഗ്യാപ്പിനെ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ടും അതും ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദ പാർട്ട് ഓഫ് ദ ജോബാണ്. പിന്നെ അതുകൂടാതെ തന്നെ റിസർച്ച്, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ്, പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞങ്ങളുടെ പ്രൊഫഷണൽ ലാംഗ്വേജിൽ പറയും. അതെങ്ങനെ അതിനകത്തോട്ട് ആ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം എന്ത് അച്ചീവ്മെൻറ്റ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി, ഇതിനെല്ലാം നമ്മൾ എവിഡൻസ് സഹിതം അത് പ്രൂവ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു റോളാണ് നമ്മുടെ ഉള്ളത്. പിന്നെ മെയിൻലി ആസ് എൻ എഡ്യൂക്കേറ്റർ സ്റ്റാഫിൻ്റെ ഏത് എഡ്യൂക്കേഷണൽ നേഴ്സും നമ്മൾ കൺസേൺസും നമ്മൾ റേസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻസ് കണ്ടക്ട് ചെയ്യും. ഇതെല്ലാം ഞങ്ങളൊരു ജോബിൻ്റെ പാർട്ടായിട്ട് വരും. ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന പൊസിഷനിലേക്ക് വരാനായിട്ട് മാസ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് ഈ പൊസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു സ്റ്റാഫായി കയറി കഴിഞ്ഞാൽ ആഫ്റ്റർ 2 years നമുക്ക് പ്രിസെപ്റ്റർ ആവാൻ സാധിക്കും. പ്രിസെപ്റ്റർ ഓർ മെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നേഴ്സസിനെ ഞങ്ങൾ ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സസിനെയും ഈ പ്രിസെപ്റ്റേഴ്സിനെയോ മെൻറ്റേഴ്സിനെയാണ് ഏൽപ്പിക്കുന്നത് അവരെ എക്വിപ്പ് ചെയ്യാനായിട്ട് 3 months. അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് ആവുന്നതിന് മുമ്പുള്ള ഇനിഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിസെപ്റ്റർ ആയിരിക്കണം. ഒരു സീനിയർ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫിനെ, അല്ലെങ്കിൽ NGNs എന്ന് ഞങ്ങൾ പറയും, ന്യൂ നഴ്സ് ഗ്രാജുവേറ്റ്സ്, അവർ പഠിച്ചിറങ്ങി നേരെ ആസ് എ സ്റ്റാഫ് നഴ്സായിട്ട് വരുമ്പോൾ നമ്മൾ പ്രിസെപ്റ്റേഴ്സിനെയാണ് ഏൽപ്പിക്കുന്നത്. അവരാണ് ഈ സ്റ്റാഫ് നഴ്സിനെ അല്ലെങ്കിൽ ന്യൂ സ്റ്റാഫിനെ എക്വിപ്പ് ചെയ്ത് ആസ് എ ഇൻഡിവിജ്വൽ സ്റ്റാഫാക്കി മാറ്റുന്നത്. ഞങ്ങൾ അവരെ ഓവറോൾ ലുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ ഓവറോൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നത്, എങ്ങനെ അവരെ പഠിപ്പിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രിസെപ്റ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് CRN പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളാണ് പ്രിസെപ്റ്റർ എന്ന് പറയുന്നതും മെൻറ്റർ എന്ന് പറയുന്നതും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പ്രിസെപ്റ്റേഴ്സായിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അതിനുവേണ്ടി നമ്മൾ എക്വിപ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ ക്ലിനിക്കൽ റിസോഴ്സ് നഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് അഡീഷണൽ റോൾസ് അല്ലെങ്കിൽ അഡീഷണൽ നമുക്ക് ജോബുണ്ട് നഴ്സിംഗിൽ തന്നെ. പലർക്കും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഇൻഫോർമാറ്റിക്സ്, നഴ്സ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറയും. അതൊരു ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷനാണ്, നഴ്സിംഗ് ഡോക്യുമെൻറ്റേഷൻസ് സ്റ്റാഫിൻ്റെ മോണിറ്റർ ചെയ്യുക, പുതിയ പുതിയ ഡോക്യുമെൻറ്റേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് നഴ്സ് ഇൻഫോർമാറ്റിക്സ്. അതുപോലെ തന്നെ ക്വാളിറ്റി നഴ്സ് ഉണ്ട്, നഴ്സിംഗ് ക്വാളിറ്റി നഴ്സ് എന്ന് പറയും. അപ്പോൾ അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ക്വാളിറ്റി പാർട്ട് ഓഫ് ദ നഴ്സിംഗ്. അപ്പോൾ എന്തൊക്കെ ആണ് ഇപ്പം ക്വാളിറ്റി വൈസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയുള്ള ITC ഗോൾസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കുക, അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നൊരു ഏരിയയാണ് ക്വാളിറ്റി നഴ്സസ് എന്ന് പറഞ്ഞാൽ. അതിനും നമുക്ക് സർട്ടിഫൈഡ് കോഴ്സസ് ഉണ്ട്. ആസ് എ ക്വാളിറ്റി നഴ്സസ് ക്യാൻ സർട്ടിഫൈ ചെയ്യാം, ഈവൻ PhD വരെ ചെയ്യാവുന്ന ലെവലിലേക്ക് നമുക്ക് ക്വാളിറ്റിയിൽ അതിനുവേണ്ടിയുള്ള റോളുണ്ട്.
അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി നഴ്സസ് ഉണ്ട്. ആസ് എ സ്പെഷ്യാലിറ്റി നഴ്സസ്, ഫോർ എക്സാമ്പിൾ ക്രിട്ടിക്കൽ കെയർ നഴ്സസ്. ഈവൻ യു എയിൽ തന്നെ അതിനുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റെസിഡൻസി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഏരിയയിലേക്ക്, ഫോർ എക്സാമ്പിൾ ER, ICU ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലേക്കും സ്റ്റാഫിന് എൻറോൾ ആവാം. അങ്ങനെ സ്പെഷ്യാലിറ്റി നഴ്സസായിട്ട് മാറാം. പ്ലസ് അതുപോലെ തന്നെ വേറൊരു റോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സസ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു കാറ്റഗറിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. വി ക്യാൻ ടേക്ക് ഡിപ്ലോമ ഇൻ ഇൻഫെക്ഷൻ കൺട്രോളിൽ ഡിപ്ലോമ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് ആ പ്രൊഫഷനിലേക്കും കടന്നു ചെല്ലാവുന്നതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഏരിയ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഴ്സസ് നമുക്ക് വെറൈറ്റി ഓഫ് ഏരിയാസ് ഉണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ. ഓൺലി ആസ് എ സ്റ്റാഫ് നഴ്സ് മാത്രമല്ല നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മളെ UNAയിലുള്ള ആൾക്കാരെ തന്നെ എടുത്തു നോക്കിയാൽ പലരും പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ സോഷ്യൽ വർക്കറായിട്ട്, അല്ലെങ്കിൽ ആംബുലൻസിൽ, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റി ഏരിയ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് മാത്രം ഒതുങ്ങേണ്ടവരല്ല. നമുക്ക് വെറൈറ്റി ഓഫ് ഏരിയസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മളുടെ കേപ്പബിലിറ്റി അനുസരിച്ച്, നമ്മുടെ എബിലിറ്റി അനുസരിച്ച്, നമ്മുടെ ഇൻ്റലിജൻസ് അനുസരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ലൈക്ക് എ നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റാഫായിട്ട് മാത്രം കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഏരിയ അല്ല. വി ഹാവ് വെറൈറ്റി ഓഫ് ലെവൽസ്. നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് UNAയിലൂടെ തന്നെ അനേകം ഇൻഫർമേഷൻസ് നമുക്ക് അതിലൂടെ ലഭിക്കും. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും.